ഹലോ, ഞാനിന്ന് എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ചിയാ സീഡ് വാട്ടർ വെച്ചിട്ടാണേ. ഇനി നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ ഹലോ ഞാനിന്ന് എടുക്കുന്നത് ലഞ്ച് ടൈമിന് ക്വീൻവ, സാമ്പാർ, 2 കോഴിമുട്ട ഇത് വെച്ചിട്ടാണ് ഞാൻ എന്തായാലും ലഞ്ച് കഴിക്കുന്നത്. ഇതിൽ ഞാൻ സ്പെഷ്യലായിട്ട് എപ്പോഴും കുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് കുക്ക് ചെയ്ത് കഴിക്കുന്നത്. ഇനി നമുക്ക് സ്നാക്ക് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ ഹലോ ഞാനിന്ന് എൻ്റെ സ്നാക്ക് ടൈമിൽ എടുത്തേക്കുന്നത് ജീരക വെള്ളവും കുറച്ച് ഗ്രേപ്സും ആണേ. ഇനി നമുക്ക് ഡിന്നർ ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ ഞാനിന്ന് എൻ്റെ ഈറ്റിംഗ് വിൻഡോ അവസാനിപ്പിക്കുന്നത് ഈ ഒരു ചിയ പുഡിങ് വെച്ചിട്ടാണ്. ഇതിനകത്ത് ചിയ സീഡ് ഉണ്ട്, ഓട്സ് ഉണ്ട്, പിന്നെ നട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ അനാറുണ്ട്, പാലുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പുഡിങ് പോലെ നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് പഞ്ചസാരേൻ്റെ ആവശ്യമൊന്നുമില്ല. അനാറുള്ളതുകൊണ്ട് അതിൻ്റെ മധുരം മാത്രം മതി. ഞാൻ ഹണിയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതാണ് ഞാൻ എൻ്റെ ഇന്നത്തെ ഈറ്റിംഗ് വിൻഡോയിൽ ഞാൻ കഴിക്കുന്നത്. ഇനി നമുക്ക് എൻ്റെ വെയിറ്റ് എത്രയാണെന്നൊന്ന് കണ്ടാലോ. ഈ ഒരാഴ്ചത്തെ എൻ്റെ വെയിറ്റ് എത്രയൊക്കെയാണ്, കുറഞ്ഞോ കൂടിയോ എന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. 22ാമത്തെ ദിവസം എൻ്റെ വെയിറ്റ് 65.65 ആയിരുന്നു. 23ാമത്തെ 65.55 ആയിരുന്നു. 24ാമത്തെ 65.20 ആണ്. 25ാമത്തെ 65.15 ആണ്. 26ഉം 65.15 തന്നെയാണ്. 27ാമത്തെ ദിവസം എൻ്റെ വെയിറ്റ് 64.80യും 28ാമത്തെ ദിവസം 64.65 ആണ്. അപ്പോൾ എൻ്റെ ഡേ 1 തൊട്ട് ഡേ 28ൻ്റെ വെയിറ്റ് ഇതാണേ. ഹലോ, ഇന്ന് എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ 28ാമത്തെ ദിവസമാണ്. അങ്ങനെ എത്ര ആഴ്ചകൾ നമ്മൾ കടന്നുപോയി? 4 ആഴ്ച. ദാറ്റ് മീൻസ് ഒരു മാസം 2 ദിവസം കൂടി ഉള്ളൂ ഒരു മാസത്തെ കടന്നു പോകാൻ വേണ്ടിയിട്ട്. ആ 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഒരു മാസം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഹെൽത്തി വെർഷൻ ഓഫ് വെയിറ്റ് ലോസ് എപ്പോഴും 5 കിലോ അല്ലെങ്കിൽ 4 കിലോ ആയിരിക്കണം. ഞാൻ 5 കിലോ ഈ ഒരു മാസം കൊണ്ട് കുറച്ചിട്ടുണ്ട്. 69.85 നിന്ന് ഞാനിപ്പോൾ 64.65ലേക്ക് എത്തി നിൽക്കുകയാണ്. എൻ്റെ ഈ ജേർണി എങ്ങനെയാണ്, ഞാൻ ഈ ഒരു 7 ദിവസം ഞാനൊരു ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം ഞാൻ കുടിച്ചത് ശരിക്കും എൻ്റെ ബ്ലോട്ടിങ്, ഗ്യാസ് ട്രബിൾ, കോൺസ്റ്റിപ്പേഷൻ എല്ലാം മാറ്റാൻ ഹെൽപ്പ് ചെയ്തു. കുറച്ചും കൂടെ ഒരു വെയിറ്റ് ലോസ് ഒന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു വാട്ടർ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തത് ഞാൻ കുറച്ച് ഇഞ്ചിനെ ചതച്ച് പിന്നെ കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടാറി നമുക്ക് കുടിക്കാൻ പാകത്തിനെത്തുമ്പോൾ കുടിക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇത് ഞാൻ ചിലപ്പോൾ അന്നത്തെ ദിവസം മൊത്തം കുടിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്തും വൈകുന്നേരം ഈവനിങ് നൈറ്റ് കിടക്കാൻ നേരത്തെ അങ്ങനെ എപ്പോഴെങ്കിലും കുടിക്കാറുണ്ട് കേട്ടോ. ഞാനൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ എൻ്റെ വെയിറ്റ് അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. മീൻസ് ഞാൻ എൻ്റെ വെയിറ്റ് ജേർണിയിൽ ഉണ്ടായിരുന്ന സമയത്ത് കുറേ പേര് കുറേ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് പറഞ്ഞവർക്കെല്ലാം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റിസൾട്ടാണ് കാണിച്ചു കൊടുക്കേണ്ടത്, അല്ലാതെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. പറയേണ്ടവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ 2024 തൊട്ട് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതേ പാറ്റേണിൽ ഇത് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഞാൻ 4 മാസത്തോളം കറക്റ്റ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ സമയത്തൊന്നും എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആ സെയിം പാറ്റേൺ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് മാറ്റിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ജിം ആയിരുന്നു എൻ്റെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായത്. ബാക്കി 3 ആഴ്ചകളിലും എനിക്ക് ജിം എന്ന് പറയുന്നതേ ഇല്ലായിരുന്നു. ഞാൻ ഡയറ്റ് മാത്രം ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും മാത്രം വെയിറ്റ് കുറച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ടാർഗറ്റ് എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഞാൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജേർണിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് ലോസ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? നല്ല രീതിയിലാണോ കൊണ്ടുപോയത്? കുറച്ച് തുടങ്ങാത്തവരാണെങ്കിൽ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഈ ഒരു സമയമായപ്പോൾ എൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തിയേനെ. പിന്നെ എൻ്റെ സ്കിന്നിനൊക്കെ ഒരുപാട് ചേഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ ഈ ടൈമിൽ ഞാൻ കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസൊക്കെ ഞാൻ വരുന്ന കാര്യങ്ങൾ ഇടുന്നത്. 2024 തൊട്ട് എൻ്റെ സ്കിന്നിനൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്? ഞാൻ എപ്പോഴും ഹോം റെമഡീസ് മാത്രമേ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. നമുക്ക് അത് പരിചയമായി, നമ്മൾ എല്ലാ കാര്യം ഇപ്പോൾ ഡയറ്റ് ആണെങ്കിലും ശരി, നമ്മളെ ഒരു പരിചയമായി, നമ്മളെ ബോഡിയായിട്ട് അത് പരിചയമായി വന്നാൽ മാത്രമേ നമ്മൾ പുതിയ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ എപ്പോഴും സ്റ്റാർട്ടിങ് ഹോം റെമഡീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോകും. ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഫസ്റ്റ് എപ്പോഴും ബേസ് ചെയ്ത് ഹോം റെമഡി, നമ്മളെ അമ്മയൊക്കെ പച്ചമഞ്ഞളൊക്കെ തേച്ച് തരുന്നത് പോലത്തെ അതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഇത് വരുന്ന വീഡിയോസിൽ ഇടുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രീംലി ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കാര്യം
എന്താ ഞാൻ ആദ്യം ഈ ഇടയ്ക്ക് ഒരു ചീറ്റ് എടുത്ത സമയത്ത് എനിക്ക് കുറച്ചൊന്ന് ഡൗൺ ആയെങ്കിലും ഞാൻ അതേപോലെ ഞാൻ തിരിച്ച് പിടിച്ചിട്ടുള്ള ഒരാഴ്ചയായിരുന്നു ഇതെന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഞാൻ തിരിച്ച് പിടിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എൻ്റെ വെയിറ്റ് ഒന്ന് സ്ലോ ആയിട്ട് കുറഞ്ഞാലും എനിക്ക് സാരമില്ല. കാര്യം ഒരു 5 കിലോ എനിക്ക് ഒരു മാസം കൊണ്ട് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇനി 5 കിലോ കുറയ്ക്കും. അപ്പോൾ എനിക്ക് അത്രയും കുറയ്ക്കേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ ഇനി ഒന്ന് സ്ലോ ആക്കി മാത്രമേ ഞാൻ കൊണ്ടുപോവുള്ളൂ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തെന്നറിയാമോ? ഈ ഒരു വെയിറ്റ് ലോസ് കഴിഞ്ഞ ഉടനെ എനിക്ക് ഒരു കപ്പ് കോഫി കുടിക്കണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഞാൻ ഉടനെ തന്നെ കുടിക്കും. കാര്യം എനിക്ക് അതിൻ്റെ ഒരു ടെൻഡൻസി, നമുക്ക് അതൊരു ആഗ്രഹമായിട്ട് ഇപ്പോഴും മനസ്സിൽ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. വിത്ത് ഷുഗർ ആണ് കേട്ടോ. ഷുഗർ എടുത്ത് എനിക്ക് ആ ഒരു കോഫി കുടിക്കണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം സാധിക്കുമായിരിക്കാം. ഉടനെ തന്നെ സാധിക്കട്ടെ. ഞാൻ വിചാരിച്ചൊരു വെയിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ കുടിക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു ആഴ്ചത്തെ കാര്യം പറയുകയാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയായിരുന്നു ഈ ഒരു ആഴ്ച പോയിട്ടുള്ളത്. പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. വയ്യായികയോ വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കാര്യം കറക്റ്റ് ടൈം ഇപ്പം ഞാനത് ഫോളോ ചെയ്ത് വന്നത് കൊണ്ട് എനിക്ക് ആ ഒരു കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഇച്ചിരി കുറച്ചും കൂടി ചോറ് കഴിച്ചിട്ടുള്ള ഒരാഴ്ചയാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം മുമ്പത്തെ കാട്ടിൽ ഞാൻ കുറച്ച് ചോറ് കൂടുതൽ കഴിച്ചു. ചിലപ്പോൾ ഇനി വരുന്ന വെയിറ്റിൽ എഫക്റ്റ് ആവുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് കഴിക്കാൻ തോന്നി ഞാൻ അതങ്ങനെ കഴിച്ചതാണ്. ഇപ്പോൾ ഏകദേശം ഞാൻ ഇത്രയും വെയിറ്റ് വരെ കുറച്ചിട്ടുണ്ട്. ഐഡിയൽ വെയിറ്റ് ചെയ്യുന്ന എത്രയാണ്, ഐഡിയൽ വെയിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ലോസ്, ഞാൻ പറഞ്ഞു വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളത്. അവർക്കുള്ള ഡയറ്റ് പ്ലാനൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയൊക്കെയാണ് വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യങ്ങളെല്ലാം. പിന്നെ ഡീമോട്ടിവേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. ഡീമോട്ടിവേഷൻ ഉണ്ടാകുന്നതിനെ സൈഡിലേക്ക് മാറ്റിവെച്ചാൽ മാത്രമേ കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫോളോ ചെയ്ത് പോയി. പിന്നെ ഈ വീഡിയോ ഫോളോ ചെയ്യുന്നതായിട്ട് ഒന്നും എനിക്ക് അതൊന്നും ആ ഒരു പ്രോഗ്രസ്സേ കാണുന്നില്ല. കാര്യം ആരും ഇതുവരെ ഒരു 30 ദിവസം അല്ലെങ്കിൽ 28 ദിവസമായിട്ടും വെയിറ്റ് അപ്ഡേഷനോ ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നെന്നോ ഞാൻ 1 കിലോ കുറച്ചെന്നോ ഒന്നും ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരും വെയിറ്റ് ലോസ് ചെയ്യുന്നില്ല എന്നെനിക്ക് ഒരു ചെറിയൊരു ബോധ്യമായി കേട്ടോ. കാര്യം ആരും വെയിറ്റ് ലോസ് ചെയ്യുന്നില്ല. 2026 സ്റ്റാർട്ട് ചെയ്ത് ആണെങ്കിൽ ഇപ്പം ഇത്ര ദിവസമായി, ഒരു 11-12 ദിവസമൊക്കെ ആയില്ലേ. അപ്പോൾ നിങ്ങളാരും വെയിറ്റ് ലോസിൻ്റെ ഒരു കാര്യമൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്നില്ല എന്നായിരിക്കും ചിലപ്പോൾ അതിൻ്റെ അർത്ഥം. എങ്കിലും നിങ്ങളൊന്ന് വെയിറ്റ് ലോസ് ചെയ്തത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എല്ലാം നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. സിറ്റുവേഷനും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മടിയാണ്. ആ ഒരു മടിയിൽ ആരെങ്കിലും നമ്മളെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ അയ്യോ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദൈവം അതിൻ്റെ റിസൾട്ട് നമുക്ക് ഒരു സൈഡിൽ കൂടെ ഉറപ്പായിട്ടും തരും. നമ്മളൊരു വലിയൊരു കഷ്ടപ്പാട് കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് എന്തായാലും ദൈവം നമുക്ക് അതിൻ്റെ റിസൾട്ട് ഞാൻ തരുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഈ 28ാമത്തെ ദിവസത്തിൽ വന്ന് സംസാരിക്കാനായിട്ട്. 30ാമത്തെ ദിവസത്തിൽ ഞാൻ വന്നിട്ട് ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ 30 ദിവസത്തെ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു ഓരോ ആഴ്ചകൾ എടുത്തെടുത്ത് ഞാൻ സംസാരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് നാളെ എത്രാമത്തെ ദിവസമാണ്? 29ാമത്തെ ദിവസമാണ്. അപ്പം നമുക്ക് 29ാമത്തെ ദിവസത്തിൽ കാണാം. അതുവരേക്കും ബൈ.